ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസം മുന്നേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആതിരപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എടുത്ത വീഡിയോ ആണ്. എൻ്റെ ഒപ്പം 3 പേരും കൂടി ഉണ്ട് കേട്ടോ. 3 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. അപ്പം അവർ തൃശ്ശൂർ എത്തിയപ്പോൾ എന്നെയും കൂടി വിളിച്ചതാട്ടോ. അപ്പം ഞാനും കൂടി ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മൾ നേരത്തെ ആതിരപ്പള്ളി പോവാണ്. ഇതാണ് ഞങ്ങളെ ഡ്രൈവേഴ്സ് ബൾബർ. ഇതൊക്കെ നാളെ ഉണ്ടാവും. ഞാൻ എൻ്റെ കോളേജിലെ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ ഒരു യാത്ര പോയതായിരുന്നു. പെരുന്നാൾ യാത്രയായിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഡ്രൈവർ പറഞ്ഞത് നമ്മള് ഫാസ്ടാഗിൽ പൈസ ഇല്ല. ഡ്രൈവർ കോ ഡ്രൈവർ ആക്റ്റീവ് പോളറോയിഡ് ഫ്രം വട്ടപ്പറം. അപ്പോൾ ഏകദേശം ഞങ്ങൾ തമ്മിലുള്ള വൈബൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങൾ 4 പേരും കൂടി ആട്ടോ ആതിരപ്പള്ളി പോകുന്നത്. അപ്പോൾ ഇവർ 3 പേരാണ് എൻ്റെ ഫ്രണ്ട്സ്. ഞങ്ങൾ 3 കൊല്ലം പോളിടെക്നിക്കിൽ ഒരുമിച്ച് പഠിച്ചതാട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയ 3 നല്ല അടിപൊളി ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി താൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടില്ല. അത്രയും ചിരിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് പോയിട്ടുള്ള ട്രിപ്പാണിത്. പോകുന്ന വഴി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഫോട്ടോസ് എടുക്കണ ധൃതിയിലാണ്. പിന്നെ നമ്മളൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഷോപ്പിൽ ഒരു തൊപ്പി കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട്. നമ്മൾ പോയ സീസണും അത്ര നല്ല സീസൺ അല്ല. കാരണം നല്ല മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് അവിടെ വെള്ളമൊക്കെ വന്ന് നല്ല അടിപൊളിയാവുക കാഴ്ചകളൊക്കെ എന്നാ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സൊക്കെ അവരെല്ലാവരും വന്നിട്ടുണ്ട് മുന്നേ. പക്ഷെ ഞാൻ മാത്രമാണ് ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളത്. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിട്ടുള്ള കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട്, ഇതിൻ്റെ ഫ്രണ്ടാണ് ഇഷു. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഹായ്. ഇവൻ ആതിരപ്പള്ളി വെള്ളച്ചാത്തി കുറെ വട്ടം വന്നിട്ടുണ്ട്. നിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല വെള്ളം വരും. ആ സാധനം കാണുന്നത് ബാക്ക് ക്യാമറ ഇട്ട് കൊടുക്കും. അവിടെ ഫുള്ള് വെള്ളവും അല്ലെ. ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളം നിറയും. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം വരെ നമ്മൾ വെള്ളത്തിലാകാനുള്ള ചാൻസ് കൂടി. അങ്ങോട്ട് നോക്കൂ, ഇതാ മുകൾ ഭാഗം ഉണ്ടല്ലോ. ആ മുകൾ ഭാഗത്ത് ആ ഏട്ടൻ നിൽക്കുന്ന വൈറ്റ് ഷർട്ട് അതുവരെ വെള്ളം ഫില്ലായിട്ടുണ്ട്. നമ്മളെ മറ്റേ വാട്ടർ എന്താണ് പ്രളയ സമയത്ത്. താങ്കൾ ഫസ്റ്റ് ടൈം ആണോ? ഞാൻ ഫസ്റ്റ് ടൈം ആണ്. താങ്കളുടെ കാഴ്ചകൾ അതിഗംഭീരം.
അല്ല അരിവിട്ടാ വയറൊക്കെ ഉള്ളിക്കൊക്കെ നമ്മള് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് മെയിൻ ആയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ. അപ്പോ നല്ല ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടാ നമ്മൾ പോണത്. നിങ്ങൾ തന്നെ ഇവിടെ വീഡിയോയിൽ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ചുണ്ടാവുള്ളൂ നടക്കാൻ, പക്ഷെ ഇത് കുറേ ഉണ്ട് കേട്ടോ നടന്ന് പോവാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ആ വ്യൂ കാണിച്ചു തരാട്ടോ. ഇതാണ്. ഇനി നമ്മളിതാ ഇങ്ങോട്ടാണ് പോവാൻ പോണത്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ വ്യൂ അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാ. ഇതാണ് ഞങ്ങളുടെ സ്റ്റൈൽ മന്നൻ ഗുരുക്കള്. അപ്പൊ അവന് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. പിന്നെ ഞാൻ കുറെ ഫോട്ടോസ് എടുത്തിട്ട് ഇഷ്ടം പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. എന്താ എക്സ്പീരിയൻസ്? നമ്മളിത് കുറെ വട്ടം വന്നോണ്ട് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. വെള്ളം കുറവായതുകൊണ്ട് ആ ഒരു ഭംഗി. ഞങ്ങളും ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈം ആതിരപ്പള്ളിയിൽ ഇപ്പോൾ സീസൺ അല്ല, സമ്മർ സീസൺ ആയതിനാൽ ഭയങ്കര വെയിലാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഓക്കെയാണ്. 10ൽ ഒരു 6% പോക്ക് വരാറ്റുള്ളൂ. ഗുഡ് എക്സ്പീരിയൻസ്. എന്റെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അപ്പൊ അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആക്റ്റീവ്, റാഷിദ് ഗുരുക്കള്, പിന്നെ ഇഷാക്ക് ഇട്ട. അവരെ 3 പേരാട്ടോ ഇതിന്റെ ഒപ്പം ഉള്ള. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വ്യൂ ഒക്കെ. നമ്മൾ കുറേ നേരം അവിടെ നിന്നു. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിപ്പോൾ സീസൺ അല്ലെങ്കിൽ പോലും കുറേ ആൾക്കാരുണ്ടായിരുന്നു. സീസൺ ആ ടൈം ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. മാത്രമല്ല ഇപ്പം നമ്മൾ കണ്ടുള്ള ആ വ്യൂ ഒന്നും കൂടി ഭംഗി ഉണ്ടാവില്ലേ. കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ എല്ലാം കണ്ട് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിതാ നേരെ പോവാണ്. അപ്പോൾ കയറിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കയറി പോവാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്. നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നിന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ വീണ്ടും വീണ്ടും നടന്നു പോവുകയാണ് ചെയ്തത്. കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ആതിരപ്പള്ളീൻ്റെ അവിടെയുള്ള കുറേ ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഞാൻ ഇതുപോലത്തെ 1-2 ഡോൾസിനൊക്കെ വാങ്ങിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ വേഗം പോയി വാങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ നേരെ പോവുകയാണ് കേട്ടോ. എനിക്ക് ഹോസ്റ്റലിൽ കയറാനും ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പോവുകയാണ്. പിന്നെ ഇവർക്ക് നാട്ടിലേക്കാണ് ഇവർ പോകുന്നത്. ഞാൻ തൃശ്ശൂർ ഇറങ്ങും, പക്ഷേ അവർ നാട്ടിലേക്കാണ് പോരുന്നത്. അപ്പോൾ അവർക്കും ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ യാത്രയിലാണ്.
നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ കണ്ട ഒരു ചെറിയ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് കയറിയതാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടി. കാരണം ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ഇവിടെ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാട്ടോ ഇഷാക്ക്. അപ്പോൾ ഞാൻ അവനെ ഇഷു എന്നാണ് വിളിക്കാറ്. അപ്പോൾ അവൻ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടാട്ടോ വന്നിട്ടുള്ളത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം പ്ലാൻ ചെയ്ത് വന്നതാണ് അവന്. എന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ. കുറച്ചധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു വിട്ടാ. കാരണം അത്രയും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മളിതാ വീണ്ടും യാത്ര തിരിക്കുകയാണ്. തൃശ്ശൂർ എത്തിയപ്പോൾ നമ്മൾ സൂഫി മന്തി അവിടെ കയറിയിട്ട് ഇതാ മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം മന്തിയൊക്കെ കഴിക്കാം. അപ്പം എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഞാൻ വീഡിയോ എടുത്ത് തീരുന്നില്ല, മന്തി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ എന്താ നേരെ ഹോസ്റ്റലിൽ വന്നിറങ്ങി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇതില്ലായിരുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ഹോസ്റ്റലിൽ എത്തി. അവർ നേരെ നാട്ടിലേക്കും പോയി. എനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കാരണം അത്ര അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ ഇപ്പം ഇങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ. അതും അൺഎക്സ്പെക്റ്റഡ് ആയി ഞാൻ പോയതാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ്. ചില അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പും കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയി വരുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പൊ അതുപോലത്തെ ഒരു നിമിഷമായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളും പോയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.